അടുത്ത 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആശയ ലിഖേ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണ്? ലഹരോം കെ സ്വരോം മേ കുച്ച് ബോലോ, ഇസ് അഖണ്ഡ് മേ സാഹസ് തോലോ, കഭി കഭി മിൽത്താ ജീവൻ മേ തൂഫാനോം കാ യാർ, തൂഫാനോം കി ഓർ ഘുമാ ദോ നാവിക് നിജ് പത്വാർ. അപ്പൊ കവിത ഏതാന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പൊ നോക്കാം അതിന്റെ ഉത്തരം അല്ലെ. ആശയ ലിഖേ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആശയം എഴുതി കൊടുത്താലോ. हिंदी साहित्य के प्रगतिशील कवि शिवमंगल सिंह सुमन की एक सुंदर कविता है तूफानों की और घुमा दो नाविक. അതായത് ഹിന്ദിയിലെ പ്രോഗ്രസീവ് റൈറ്റർ ആയിട്ടുള്ള ശിവമംഗൽ സിംഗ് സുമന്റെ ഒരു ഫേമസ് കവിതയാണ് എന്ത്? തൂഫാനോं की और घुमा दो नाविक എന്നുള്ളത്. इसमें कवि हमको जीवन की समस्याओं को साहस व आत्मविश्वास के बल पर सामना करके आगे बढ़ने की उपदेश देते हैं. ഇവിടെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ എന്താണ് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ കവിതയിലൂടെ പറഞ്ഞു തരുന്നത് അല്ലേ. കവി നാവിക് സേ കഹത്തെ ഹെ. കവി എന്താണ് നാവികനോട് അതായത് തുഴയുന്ന ആളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആജ് സമുദ്ര കാ രൂപ് ഉഗ്ര और തൂഫാനോം സേ ഭരാ ഹെ. എന്താണ്? ഇന്ന് കടല് വളരെ ഉഗ്രരൂപിയാണ്. അതുപോലെ തന്നെ എന്താണ്? കാറ്റും അല്ലെ, നല്ല കൊടും കാറ്റും വീശുന്നുണ്ട്. तो भी हम अपने हृदय में साहस भरकर उसकी और पतवार चलाई. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു സാഹസമായി കണ്ടുകൊണ്ട് ആ ഒരു കാറ്റിനെയും അതുപോലെ ഉഗ്രരൂപിയായ സമുദ്രത്തിനും എതിരായി നമ്മൾ തുഴയണം നമ്മുടെ പത്വാർ ഉപയോഗിച്ച് അല്ലേ. ജീവൻ में आने वाले संघर्षों से ना डर कर उसको प्यार करके आगे बढ़े तो हमें उसे लड़ने की शक्ति मिल जाएगी. നമ്മൾ എന്താണ് നമ്മൾ അതിനെതിരായിട്ട് അല്ലേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശക്തിയുണ്ട് അല്ലേ. ആ ഒരു പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം. इसलिए हम अपने आत्मविश्वास के बल पर आगे बढ़े. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. सागर की अपार शक्ति के आगे नाविक कभी नहीं डरते. ഈ കടലിന്റെ അപാരമായിട്ടുള്ള ശക്തിക്ക് മുന്നിൽ നമ്മൾ തോൽക്കാൻ പാടില്ല, നമ്മൾ പേടിക്കാൻ പാടില്ല അല്ലേ. नहीं डरते നമ്മൾ പേടിക്കരുത്. വേ സാഹസ് സേ അപ്നി നാവ് ചലാക്കർ ആഗേ ബഡ്തെ. എന്താണ്? വളരെ സാഹസത്തോടു കൂടി നമ്മൾ നമ്മുടെ ആ ഒരു പത്വാർ തുഴഞ്ഞ് മുന്നോട്ട് പോകണം. അന്തിം സാസ് തക് വേ സമസ്യാവും സേ ലഡ്തേ രഹത്തെ. അവസാന ശ്വാസം വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു എന്താണ് പ്രശ്നത്തെ നമ്മൾ നേരിടണം എന്നാണ് പറയുന്നത്. अपने हाथों के बल पर वे सातों समुद्र पार कर लेते हैं. നമ്മൾ നമ്മുടെ എന്താണ് കൈയുടെ ബലത്തിൽ 7 സാഗരങ്ങളും കടന്നു പോകണമെന്നാണ് പറയുന്നത്. कविता में नाविक मनुष्यों की और तूफान जीवन में आने वाली समस्याओं की ओर संकेत करते हैं. എന്താണ് ഇവിടെ നാവികൻ എന്നുള്ളത് മനുഷ്യരുടെയും അതുപോലെ തൂഫാൻ എന്താണ് ആ കൊടുങ്കാറ്റ് എന്നുള്ളത് ജീവിതത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളുടെയും ഒക്കെ ഒരു സൂചനയാണ്. ये कविता बिल्कुल प्रासंगिक है और अच्छी है. ഈ കവിത എന്താണ്? ബിൽക്കുൽ ഇപ്പോഴും എന്താണ് പ്രാസംഗികമാണ്, നല്ലൊരു കവിതയുമാണ്. കവിതാമേം സരൽ ഭാഷ കാ പ്രयोग किया है. കവിതയിൽ എന്താണ് സരളമായിട്ടുള്ള ഒരു ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ബാക്കി കാര്യങ്ങളായി നമ്മൾ ലൈവിൽ കാണാം. ഓക്കെ ബൈ.